ഒരു ഭീകരാക്രമണം, അതിനെ പൂർണ്ണ അർത്ഥത്തിൽ യുദ്ധമായി തന്നെ ഭാരതം പരിഗണിക്കും എന്ന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത രീതിയിൽ ഇന്ത്യയുടെ രാഷ്ട്രീയ നേതൃത്വം കഴിഞ്ഞ ദിവസം പറഞ്ഞു വെച്ചു. അതുകൊണ്ട് മുൻകാലങ്ങളിൽ ചെയ്തിരുന്നത് പോലെ ഹിറ്റ് ആൻഡ് റൺ പോളിസി, അതായത് ഒരു ആക്രമണം നടക്കുന്നു, പഹൽഗാം പോലെ അല്ലെങ്കിൽ പുൽവാമ പോലെ ഒരു ആക്രമണം നടക്കുന്നു, പാകിസ്ഥാൻ പറയും ഞങ്ങൾക്ക് ബന്ധമില്ല, അത് ചില തീവ്രവാദികളാണ്, അവർ നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സാണ്, അവരുടെ മേൽ ഞങ്ങൾക്ക് നിയന്ത്രണമില്ല. ഇന്ത്യ പറയുന്നു അങ്ങനെയല്ല, കൃത്യമായി പറയുന്നു ഞങ്ങളുടെ കയ്യിൽ തെളിവുണ്ട്. ദർ ഇസ് എ നെക്സസ് ബിറ്റ്വീൻ പാക് മിലിറ്ററി, പാക് പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്, പാക് ഇന്റർ സർവീസ് ഇൻ്റലിജൻസ് ആൻഡ് ദി ടെറർ നെറ്റ്വർക്ക്, ഹിസ്ബുൾ മുജാഹിദീൻ, ഹർക്കത്തുൽ മുജാഹിദീൻ, ഹർക്കത്തുൽ അൻസാർ, അതുപോലെ ലഷ്കർ ഇ തോയ്ബ, ഏറ്റവും പ്രധാനപ്പെട്ട ഇത് ജയ്ഷെ മുഹമ്മദ്, ഇതെല്ലാം തമ്മിൽ ഉള്ള ബന്ധം ഒരു മൾട്ടി ഫേരിയസ് റിലേഷൻഷിപ്പാണ്. അപ്പോൾ അതാണ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ടെറർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് അതിൻ്റെ വേരുകൾ നീളുന്നത് ആർമിയുടെ തലപ്പത്തേക്കാണ്. അവിടെയാണ് സ്ട്രക്ചറൽ വയലൻസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് തന്നെ. പാക് ഡിഫാക്ടോ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഹാസ് ടേൺഡ് വയലൻറ്റ്. ദ മിലിറ്ററി പൊളിറ്റിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് അത് ഉപയോഗിക്കുന്ന മാർഗമാണ് നോൺ സ്റ്റേറ്റ് ആക്ടേഴ്സ് എന്ന തീവ്രവാദികൾ. ഈ ബന്ധം ഉള്ളിടത്തോളം കാലം ഏത് ഭീകരാക്രമണം ഇന്ത്യക്കെതിരെ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് നടന്നാലും അവരെ ഭാവിയിലും അവരുടെ മടയിൽ ചെന്ന് ആക്രമിക്കും എന്നതിൻ്റെ വ്യക്തമായ സൂചന. ദ വെയർവിറ്റൽ, കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ദ ഡിസ്പ്ലേ ഓഫ് ഷിയർ പവർ, ഇത് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടില്ല. നമുക്കൊരു കമ്മിറ്റ്മെൻ്റ് ഉണ്ട് തീവ്രവാദത്തെ എതിർക്കാൻ, പക്ഷേ ആക്ഷനിലേക്ക് പോകുമ്പോൾ അതിർത്തി കടന്നു ചെന്ന് മിസൈലുകൾ അയച്ച്, വിമാനങ്ങൾ അയച്ച്, അല്ലെങ്കിൽ അതിർത്തി കടക്കാൻ നമ്മൾ ധൈര്യപ്പെട്ടില്ല. ഇപ്പോൾ ഏത് അതിർവരമ്പും പോരാ, അത് ഞങ്ങൾ ഭേദിക്കും. ഇവിടെ ദേശീയ സുരക്ഷയാണ് പ്രധാനം എന്ന് അടിവരയിട്ട് പറയുന്ന ഭാരതത്തെ നമ്മൾ കാണുന്നു.